how are you doing? Welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ആഫ്റ്റർ ഒരു 1 വീക്കിന് ശേഷമാണ് ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാ വീക്കിലും ഒരു വ്ളോഗെങ്കിലും എടുക്കുക എന്നുള്ളത് ഒരു എന്താണ്, അത് തന്നെ എനിക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറേയൊക്കെ ബിസിയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ ബ്രാഞ്ച് ചേഞ്ചായി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ചൊരു എന്താണ്, ഇപ്പൊ കുറച്ചൊരു ബിസിയാണ് എല്ലാം കൊണ്ടും. സോ ഒരു വീക്കിൽ ഒരു വ്ളോഗെങ്കിലും ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ്. ടുഡേ എൻ്റെ വീക്ക് ഓഫ് ആണ്. ഇന്ന് വീക്ക് ഓഫ് ആണ്. ആക്ച്വലി ഞാൻ വീക്ക് ഓഫ് എടുക്കുന്നത് തേഴ്സ്ഡേ ആണ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാമെങ്കിൽ ഞാനിത് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ വീക്ക് എൻ്റെ കൊളീഗ് സിക്കാണ്. സിക്ക് ലീവ് എടുത്തു ഒരു 3 days. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ വീക്ക് ഓഫ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. സോ ഇന്ന് സാറ്റർഡേ ആണ്. സോ തേഴ്സ്ഡേ ഫ്രൈഡേ ഞാൻ വർക്ക് ചെയ്തു, 2 days എക്സ്ട്രാ വർക്ക് ചെയ്തു. പിന്നെ സാറ്റർഡേ ആണ് എനിക്ക് വീക്ക് ഓഫ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർജു ഇവിടെ ഇല്ല. അർജു രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അർജുന് തേഴ്സ്ഡേ തന്നെയായിരുന്നു ഓഫ് ഉണ്ടായിരുന്നത്. സോ ഞാൻ വീണ്ടും ഇവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാനുള്ള പ്ലാനുകളൊന്നുമില്ല. ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. ആദ്യമൊക്കെ പോയാൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകും. അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സെൽഫ് ഡേറ്റ് ഒന്നും പറഞ്ഞ് ഞാൻ പോകാറില്ല. പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. ലൈസൻസ് ഇല്ല, പിന്നെ കാറും ഇല്ല അവിടെ. അർജു കാർ എടുത്തിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ടാക്സിയിലൊക്കെ പോകാൻ ഭയങ്കര മടിയാ. അതുകൊണ്ട് ഇവിടെ അടങ്ങി തന്നെ ഇരിക്കും. സോ ഇന്ന് ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ് വീട്ടിലുള്ളത്. വലിയതായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ മോർണിംഗ് റുട്ടീൻ ഓർ മൈ വ്ളോഗ്, റാൻഡം വ്ളോഗ്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് സ്കിൻ കെയർ ചെയ്യാം. ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ. എപ്പോഴും ഞാൻ റൂമിൽ ഇരുന്ന് ചെയ്യുന്നതല്ലേ കാണിക്കാറുള്ളത്. സോ ഫസ്റ്റ് ഞാൻ ക്ലെൻസ് ചെയ്തു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആണ് യൂസ് ചെയ്യാറ്. സോ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ കോസറെക്സിന്റെ എല്ലാ വാട്ടർ ആൽക്കഹോൾ ഫ്രീ ടോണർ ആണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോറി ഗൈസ്, ആ മുഖത്തേക്ക് ഇത് സ്പ്രേ ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സുഖം. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഓർഡിനറിയുടെ നിയാസിനാമൈഡ് സീറം. ദിസ് ഇസ് നിയാസിനാമൈഡ് 10% പ്ലസ് സിങ്ക് 1%. ഇത് ഞാൻ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സീറം ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഞാൻ എന്നിട്ടും ഓർഡർ ചെയ്തിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞാലേ എനിക്ക് ബോധം വരുള്ളൂ ഓർഡർ ചെയ്യണമെന്ന്. ഞാൻ വല്ലാതെ എന്താണ് റബ്ബ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്റെ ഫേവറേറ്റ് സെറങ്ങളില് ഒരെണ്ണാണ് നിയാസിനമൈഡും, പിന്നെ ഉള്ളത് വൈറ്റമിൻ സി. ഈ 2 സിറംസ് ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിലൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നിയാസിനമൈഡ് ആണ് കേട്ടോ പിക്ക് ചെയ്യുക. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരും, ലൈക്ക് പിമ്പിൾസ് ഒക്കെ വരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഒന്നും വരാറില്ല. ഇനി നമ്മുടെ സ്നെയിൽ മ്യൂസിയം, ഇതിനെപ്പറ്റി ഞാൻ 2 ടൈപ്പ് ഓഫ് റിവ്യൂസ് കണ്ടിട്ട്, പോസിറ്റീവും കണ്ടിട്ടുണ്ട്, നെഗറ്റീവും കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഒക്കെ തോന്നിയിട്ടുണ്ട്. ഒരു ഗ്ലോ തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ ഞാനിത് മേക്കപ്പ് ഇടുന്നതിന്റെ അടിയിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷ് മേക്കപ്പ് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓവർ ഹൈപ്ഡ് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. I'm totally happy with this snail mucin extract. എനിക്ക് എന്റെ സ്കിന്ന് ഒരു എന്താ പറയാ, ഇടയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഇടയ്ക്ക് ഓയിലി ആയിരിക്കും. സെൻസിറ്റീവ് സ്കിൻ അല്ല കേട്ടോ എന്റേത് ഒരു കുറച്ചൊരു ഓയിലി, സംടൈംസ് ഓയിലി ആയിരിക്കും, സംടൈംസ് ഡ്രൈ ആയിരിക്കും. ഡിപ്പെൻസ് ഓൺ ദ വെദർ. അങ്ങനെയാണ് എൻ്റെ സ്കിന്ന്. പക്ഷെ ഞാൻ കുറെ പ്രൊഡക്ട്സ് ഫേസിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ എൻ്റെ സ്കിൻ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നല്ല. ഞാനും എൻ്റെ ഡാർക്ക് സർക്കിൾസും
എന്താണ് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. അത് പോവില്ല, എന്നെ വിട്ട് പോവില്ല. അത്രയും സ്നേഹമാണ് എന്നോട്, ഒരിക്കലും എന്നെ വിട്ട് പോവില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താല് പുള്ളി കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കും. പിന്നെ അതേ സ്പീഡിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യാറ്, ഫിലോർഗയുടെ ഒപ്റ്റിമം ഐസ്. ഏതെങ്കിലും ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ അണ്ടർ ഐ കുറച്ചൊക്കെ ഈ ഡാർക്ക് സർക്കിൾസും പഫിനെസ് ഒക്കെ കുറയും. ഡെയിലി നമ്മൾ പിന്നെ നല്ലൊരു 8 hours സ്ലീപ്പ്, കണ്ണിനധികം സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയാൽ തന്നെ നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസും പഫിനെസ് ഒക്കെ കുറയും കേട്ടോ. പക്ഷെ എനിക്ക് ചില സമയത്തൊന്നും ഈ 8 hours സ്ലീപ്പ് ഒന്നും എനിക്ക് ചിലപ്പം കിട്ടിയത് അത്ര പോസിബിൾ അല്ല എനിക്ക്. കാരണം ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഓവർലാപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ബെയർലി ഐ എം ഗെറ്റിംഗ് 3 hours ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ 4 hours ഓഫ് സ്ലീപ്പ്. പക്ഷെ ഞാൻ ഒന്നും കെയർ ചെയ്യാണ്ടിരുന്നാല്, ഉറക്കവും ഇല്ല, ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നില്ല, ഒന്നും ഇല്ലാതിരുന്നാല് ഞാൻ ഒരുമാതിരി എന്താണ് നമ്മുടെ കാജലൊക്കെ കണ്ണിന്റെ ഇടയ്ക്ക് വരച്ച പോലെ ആവും. അതാണ് എന്റെ ഒരു സ്കിന്നിന്റെ ഒരു പ്രശ്നം. സെറാവിയുടെ മോയ്സ്ചറൈസിംഗ് ലോഷൻ. This is Beauty of Johnson Relief Sun Rice Plus Probiotic. Your sunscreen. No, 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 no. സോ ഭയങ്കര പുതുമയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല ആക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ട് എന്റെ വ്ലോഗിൽ മടുപ്പിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അവക്കാടോ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ ഒരു എന്താ പറയാ, വേറെ ഒന്നും കുക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ. അതവിടെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ അതേ ഉണ്ടാക്കുള്ളൂ. എളുപ്പമാണ്, എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ വേറെ ഒന്നും എന്റെ ബ്രെയിൻ വർക്ക് ആവില്ല, എനിക്ക് സ്റ്റക്ക് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് അവക്കാടയും ബ്രെഡുമാണ് കഴിക്കുന്നത്. എന്റെ മിക്ക വ്ലോഗിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഞാൻ വേറെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ ആ ദിവസങ്ങളിലൊന്നും ഞാൻ വ്ലോഗ് എടുക്കാറില്ല. എന്താ പറയാ, ഞാൻ അധിക ദിവസവും വ്ലോഗ് എടുക്കുന്ന ദിവസം ഞാൻ ഈ ഒരു സാധനമായിരിക്കും കഴിക്കുക. കുറെ പേര് വന്നിട്ട് ചോദിക്കാറുണ്ട്, മെസ്സേജ് വേറെ ഒന്നും കഴിക്കാറില്ല, ഇത് മാത്രമേ കഴിക്കാറുള്ളൂ. വേറെ എല്ലാം കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് കുറെ ചില ദിവസങ്ങളൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അന്ന് എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, അന്ന് ചിലപ്പോൾ ഒരു മൂഡ് ഉണ്ടാവില്ല എടുക്കാൻ. പക്ഷെ എന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അന്ന് ഞാൻ വീണ്ടും എന്റെ ആ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് ഇതിലേക്ക് തന്നെയാണ് എത്തുക. കുറെ പേര് എങ്ങനെയാ നല്ല അവക്കാഡോ ചൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അവക്കാഡോ ചൂസ് ചെയ്യാൻ ഞാൻ ഒരുവിധം എല്ലാ വെറൈറ്റീസ് ഓഫ് അവക്കാഡോസും വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മൾ നോർമൽ ആയിട്ട് ഈ നോർമൽ ലുലു, നെസ്റ്റോ, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അവക്കാഡോസ് പച്ച കളറിലിരിക്കുന്നത്. അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്താ ഇത് സംഭവം എന്ന്. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു, വീട്ടിൽ വെച്ചു. കുറച്ച് ദിവസം എനിക്കറിയാം അത് പഴുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ കുറച്ചു നാള് അങ്ങനെ വെച്ചു. പിന്നെ അത് തുറന്നു നോക്കിയപ്പോ ഉള്ളില് ഫ്ലോപ്പ് ആയിരുന്നു, ഫുൾ കറുത്തിരിക്കുകയായിരുന്നു. അത് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പാക്കറ്റിൽ ഒരു 2 അവക്കാഡോസ് ഒരു പാക്കിലായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു സാധനം വാങ്ങി. അത് വാങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഐ മീൻ മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാണാൻ നല്ല ഭംഗിയില് സെപ്പറേറ്റ് നമ്മുടെ ഈ ഫ്രീസർ ഐറ്റംസിന്റെ കൂടെയൊക്കെ, ഫ്രീസർ അല്ല, ഈ എന്താ പറയാ, കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കില്ലേ, കട്ട് ചെയ്ത വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെയാണ് ഞാൻ എനിക്ക് പുതിയൊരു ബ്രാഞ്ച് ആഡ് ആയി എന്റെ സ്കെഡ്യൂളിൽ. അപ്പൊ ഞാൻ ആ ഒരു ബ്രാഞ്ചിൽ പോകാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കുറെ വെറൈറ്റീസ് ഓഫ് അവക്കാഡോ അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ബൈ നെയിം വെച്ചത് കണ്ടു. അപ്പൊ ഞാൻ അവിടെയുള്ള എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ടാൻസാനിയൻ, മെക്സിക്കോ, പെറു ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് മെക്സിക്കോ വെറൈറ്റി അവക്കാഡോ ഹാസ് ആണ്. ഇത് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിന് പെർ kg ഒരു 44, 41, 42 ആ ഒരു റേഞ്ചിലെ ദിർഹംസ് ആണ് വരുന്നത്. 1 kg എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3 or 4 ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല സൈസിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷെ ബാക്കിയെല്ലാം വാങ്ങിയിട്ട് അതിന് പക്ഷെ കുറച്ച് പ്രൈസേ ഉള്ളൂ. പക്ഷെ ആ പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ കിട്ടില്ല. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ കറുത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും.
സോ ആ പൈസ വെറുതെ കളയുന്നതിനെക്കാട്ടും എനിക്ക് വർത്ത് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും സ്പെൻഡ് ചെയ്താലും ഞാൻ എപ്പോഴും ഹാസ് മെക്സിക്കൻ ഹാസ് ആണ് വാങ്ങിക്കാറുള്ളത്. ഇതിനാണ് ടേസ്റ്റും കൂടുതൽ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയ്പ് എന്താണ്, ബാക്കിയുള്ള അതായത് നോർമൽ ആയിട്ടുള്ള അവക്കാഡോസിന് കയ്പുണ്ട്, കുറച്ച് കയ്പുണ്ട്. എത്ര പഴുത്തെന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ച് കയ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ബട്ടറി ആണ്, ഇത് ഭയങ്കര ക്രീമി ബട്ടറി ടെക്സ്ചർ ആണ് ഈ ഒരു ഹാസ് മെക്സിക്കോ വെറൈറ്റിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുറെ പേര് കളർ ചേഞ്ച് ആവുന്ന പറയും. ഇതും അങ്ങനെ കളർ ചേഞ്ച് ആവില്ല. നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐ മീൻ ലഞ്ചിലേക്ക് പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇതങ്ങനെ ഭയങ്കര കളർ ചേഞ്ച് വരില്ല, ബ്ലാക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് വരില്ല, എഡ്ജസിൽ മാത്രം ചിലപ്പം വരും കേട്ടോ. പക്ഷേ ബാക്കി അവക്കാഡോസ് ഞാൻ എടുക്കുന്ന ദിവസം ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റേ മാറിപ്പോകും. ഇത് ഒന്നും ആവില്ല കേട്ടോ. എനിക്ക് എന്താ പറയാ, ഭയങ്കര ഞാൻ വെറുതെ കഴിക്കാനും ഓക്കെയാണ്. അതിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വെറുതെ കഴിക്കാനും പറ്റും. അത്രയും ക്രീമി ബട്ടറി ടെക്സ്ചർ ആണ് കേട്ടോ ഇതിനുള്ളത്. ഓർഡർ ചെയ്താൽ ഒരു തൃപ്തിയാവില്ല, എനിക്ക് അത് അവിടെ പോയിട്ട് തന്നെ ഹാൻഡ് പിക്ക് ചെയ്യണം. അപ്പോ ഞാൻ അർജു ചില ദിവസങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാങ്ങിക്കാറാണ് ഉള്ളത്. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചപ്പോ നല്ല പച്ച കളറിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതിവിടെ വെച്ചപ്പോ പഴുത്തു. നമ്മളെ നോർമൽ അവക്കാഡോ വാങ്ങി ഇതേപോലെ പച്ച കളറിൽ വെച്ചിട്ട് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ തുറന്നു നോക്കുമ്പോൾ ഉള്ളില് കറുത്തിരിക്കും. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഉള്ളില് ഹൗ ബട്ടറി ആൻഡ് ക്രീമി ഇറ്റ് ഈസ് ഇൻസൈഡ് ഞാൻ കാണിച്ചു തരാം. സോ എല്ലാം നമ്മൾ ഏതാ കട്ട് ചെയ്യാം? നമുക്ക് ഇതില്ല. കണ്ടോ, ഇതിന്റെ ഹാഫ് പോർഷൻ ഞാനിങ്ങനെ എന്താ പറയാ, ഇത് വിത്ത് സീഡ് ഉള്ളത് ഞാനിങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെക്കും കേട്ടോ. ഞാനിപ്പോ ഒരു ഹാഫേ കഴിക്കുന്നുള്ളൂ. ഇതിനി നാളെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നാളത്തേക്ക് എന്താ പറയാ, ഒന്നും ആവില്ല, കറക്റ്റ് ഇങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇതിന്റെ സ്കിന്നായി മാറുക. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റിഗ് എന്താ അതിന് പറയാ, ഈ ഒരു ഏരിയ ഇല്ലേ, ഇതിപ്പോ കുറച്ചൊന്ന് ജസ്റ്റ് ഇതായിട്ടുണ്ട്. കുറച്ച് ദിവസം വെച്ചോണ്ടാണ് ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈസി ആയിട്ട് വിട്ടുപോവുകയും ചെയ്യും. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവോക്കാഡോ. എന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. കോട്ടൺ ബോൾസ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോ അത് കഴിഞ്ഞു. പിന്നെ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെ പാഡ്സ് ആണ്. എനിക്ക് പാഡ്സ് ആയിരുന്നു ഇഷ്ടം, പക്ഷെ ലാസ്റ്റ് ടൈം പോയപ്പോ കോട്ടൺ ബോൾസ് ആണ് കിട്ടിയിട്ടുണ്ടായത്. ഇപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു പാഡ്സ്. ജോൺസൺ ആൻഡ് ജോൺസൺ അതിന്റെ പാഡ്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇനി ഒരു 1 month ഒക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 monthലേക്ക് നമുക്കിനി മേക്കപ്പ് റിമൂവൽ പാഡ്സ് അങ്ങനെ പറയാം. മേക്കപ്പ് റിമൂവർ പാഡ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി ഒരു 1 monthലേക്ക് നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. ഇത് എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ ഫുൾ കഴിഞ്ഞിട്ടേ ഞാനത് ഓർഡർ ചെയ്യുള്ളൂ. അതിന്റെ മുമ്പേ ഒരു ഹാഫ് ആവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 90% കഴിയുമ്പം വീണ്ടും ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പോയിട്ട് വാങ്ങിക്കുക. എനിക്കെന്തോ അത് പറ്റില്ല. അത് മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ട് ഒരു 2-3-4 days എന്തായാലും എൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പും കഴിഞ്ഞിട്ടേ ഞാൻ വാങ്ങിക്കുള്ളൂ. അത് എപ്പോഴും അങ്ങനെയാണ്, എന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പക്ഷെ വിചാരിക്കും ഓക്കെ കഴിയാറായി, അറ്റ്ലീസ്റ്റ് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ പോയിട്ട് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിക്കും. ചെയ്യില്ല, എന്തോ ഒരു ഹാബിറ്റാണ് അങ്ങനെ. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വേറെയും കുറച്ച് കാര്യങ്ങളോടെ ബാക്കിയുണ്ടായിരുന്നു. രാവിലെ ഇപ്പം ഞാൻ മൾട്ടി വൈറ്റമിൻ കഴിക്കാറുണ്ട്.
സെൻട്രം എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഏതെങ്കിലും പുതിയൊരു ബ്രാൻഡ് ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ അധികവും മെഡിക്കൽ റെപ്പിന്റെ കയ്യിൽ നിന്ന് സാമ്പിൾസ് വാങ്ങിയിട്ടാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാറുള്ളത്. ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചില നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് അധിക സാമ്പിൾസും പെട്ടെന്ന് കിട്ടും. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. പിന്നെ റൂമിന്റെ താഴെയായിട്ട് കച്ചയാണ്. അപ്പം നന്നായിട്ട് റൂമിലേക്ക് പൊടി വരും. ഞാൻ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചാലും പൊടി നന്നായിട്ടുണ്ടാവും. ഒരു വീക്കിലെങ്കിലും ഈ പൊടി പിടിച്ച് കിടക്കാൻ സാധ്യതയുള്ള കുറേ സ്ഥലങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും കേട്ടോ. എല്ലാ വീക്കൊന്നും ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ നീറ്റാക്കി വെക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അതേപോലെ നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ്, പിന്നെ TV സ്റ്റാൻഡ്, ഈ ഒരു ഏരിയയിലൊക്കെയാണ് അധികം ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാറുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 1-2 ഉണ്ട്. അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് രാവിലെ കാര്യമായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനൊന്നും പിന്നെ ഡെയിലി വെള്ളമൊന്നും ഒഴിക്കാറില്ല. എപ്പോഴേലും ഒരു 3 days 4 days ഒക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിക്കാറുള്ളത്. പിന്നെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്ലാന്റ് ഇപ്പൊ നന്നായിട്ട് ഉണങ്ങിപ്പോയി കേട്ടോ. ബാക്കിയെല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതിനും കൂടെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഏതെങ്കിലും സീരീസ് ഒക്കെ വെച്ചിരുന്ന് കുറെ നേരം ഇരുന്ന് കാണും. പിന്നെയാണ് കേട്ടോ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവാറുള്ളത്. ഹെയർ കട്ട് ചെയ്ത് ഷോർട്ട് ആക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ മുടി ഇപ്പൊ വളർന്നു. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ട് വരുമ്പം ഷോർട്ട് ഹെയർ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഉള്ളവർ എനിക്ക് ഷോർട്ട് ആക്കി തന്നില്ല. ഷോർട്ട് ആക്കി, ഞാൻ വിചാരിച്ച അത്ര അവര് ഷോർട്ട് ആക്കിയിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ നല്ല ഷോർട്ട് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. സോ ഈ തവണ ഞാൻ കുറച്ച് നന്നായിട്ട് ഷോർട്ട് ആക്കണോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നാട്ടിൽ പോകണം. നാട്ടിൽ പോകാനായിട്ടില്ല, ഇനി പോകുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് കട്ട് ചെയ്യണം. ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഷോർട്ട് ആക്കണം. പിന്നെ അജു എപ്പോഴും പറയുന്നത് ഈ കളർ ചേഞ്ച് ചെയ്യണം. വേറൊരു കളറാണ് ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പക്ഷെ അന്ന് ഈ ട്രീറ്റ്മെന്റും കളറിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ട് കളറൊന്ന് എലവേറ്റ് ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ച കളറിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുണ്ടായത്. സോ അത് കഴിഞ്ഞ മുതലേ അജു പറയുന്നുണ്ട് ഇത് ചേഞ്ച് ചെയ്യണം എന്ന്. ഞാനിങ്ങനെ പോയിട്ടില്ല. പിന്നെ അതിനൊരു ടൈം കണ്ടെത്തിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും എക്സ്പെൻസ് ആയിട്ട് ചെയ്തതല്ലേ, കുറച്ച് കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും കളർ ചേഞ്ച് ചെയ്യണം. ഷോർട്ട് ആക്കണോ, എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റൈലിലേക്ക് മാറ്റണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നോക്കാട്ടോ, എൻ്റെ ആ ഒരു മൂഡ് പോലെ ഇരിക്കും. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ചെറിയൊരു മോർണിംഗ് വ്ലോഗ് ആയിരുന്നു. മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയാം. ഇനി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിട്ട് ടാറ്റാ ബൈ ബൈ.